السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم، أما بعد. عن القاسم عن عائشة رضي الله عنها قالت: سئلت ما كان رسول الله صلى الله عليه وسلم يعمل في بيته، قالت: كان بشرا من البشر يفلي ثوبه ويحلب شاته ويخدم نفسه. റവാഹു അഹ്മദ്. ഖാസിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എന്തായിരുന്നു ചെയ്യാറുണ്ടായിരുന്നതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ മറുപടി പറഞ്ഞു: കാന ബശറൻ മിനൽ ബശർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ സാധാരണ ആൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് അതുപോലെ തന്നെയായിരുന്നു. യഫ്ലി സൗബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ വസ്ത്രം സ്വന്തമായി വൃത്തിയാക്കുമായിരുന്നു. വയഹ്ലുബു ഷാതഹു, നബി തങ്ങൾ ആടിനെ പാൽ കറക്കുമായിരുന്നു. വയഖ്ദുമു നഫ്സഹു, തങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സ്വന്തമായി ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതായിരുന്നു ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക നേതാവാണ് എന്നിരിക്കെ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ് എന്നിരിക്കെ തന്നെ യാതൊരു അഹങ്കാരവുമില്ലാതെ സ്വന്തം ജോലികൾ സ്വന്തം ചെയ്യാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. മറ്റൊരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്: കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബത്തിൻ്റെ സേവനത്തിലായിരിക്കും. കുടുംബത്തിന് എന്ത് ജോലികളുണ്ടെങ്കിലും വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ചെയ്യുമായിരുന്നു. ഫൈദാ ഹദറത്തിസ് സ്വലാത്തു ഖറജ ഇലസ്സലാ. അങ്ങനെ കുടുംബത്തെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമസ്കാരത്തിൻ്റെ സമയമായാൽ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമായിരുന്നു. കുടുംബത്തോടുള്ള പെരുമാറ്റം പല സന്ദർഭങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സ്വന്തം നമുക്ക് മാതൃക കാണിച്ചു തരികയും നമ്മളോട് പറയുകയും ചെയ്തു: ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി. നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ നിങ്ങളുടെ കുടുംബത്തിനോട് ഏറ്റവും ഉത്തമമായി പെരുമാറുന്നവരാണ്. വാന ഖൈറുക്കും ലി അഹ്ലി, അതിന് നിങ്ങൾക്ക് മാതൃകയെന്നോണം ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും ഉത്തമമായി പെരുമാറുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. വലിയ അധികാരങ്ങളുണ്ടായിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തമായി തങ്ങളുടെ വസ്ത്രം നന്നാക്കാനും മറ്റുള്ള ഖിദ്മത്തുകൾ ചെയ്യാനും യാതൊരു തരത്തിലുള്ള മടിയും കാണിച്ചിരുന്നില്ല. വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു ഹദീസ് മുഹദ്ദിസീങ്ങൾ ഈ ഹദീസിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇത്തരത്തിൽ അള്ളാഹുവിനു വേണ്ടി ആരെങ്കിലും വിനയം കാണിക്കുകയും തൻ്റെ കാര്യം മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വന്തമായി ചെയ്യുകയും ചെയ്യുന്നത് വിനയത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ റഫഅഹുല്ലാഹ്, അള്ളാഹു അവനെ ഉയർത്തുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവും വിനയത്തോടുകൂടി പെരുമാറേണ്ട ആവശ്യകത അത് അള്ളാഹുവിൻ്റെ അടിമകളുടെ പ്രത്യേക ഗുണമായിട്ട് എടുത്തു പറയുന്നുണ്ട്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന. അള്ളാഹുവിൻ്റെ അടിമകളുടെ ചില ഗുണങ്ങൾ അള്ളാഹു സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ അടിമകൾ ഭൂമിയിൽ വളരെയധികം വിനയത്തോടുകൂടി നടക്കുന്നവരാണെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിനയം നമ്മുടെ ഗുണമായി കൊണ്ടു നടക്കാനും കുടുംബത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനും അതിൽ യാതൊരു മടിയുമില്ലാതെ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാതെ നമുക്കത് പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ റമദാനിലുള്ള എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.